ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു കലത്തിലാണ്. കലത്തിൽ ബിരിയാണി ദം ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടാതെ ഇതിൻ്റെ മുകളിൽ ഞാൻ വാഴയില വെച്ചിട്ടും കൂടിയാണ് പൊതിയുന്നത്. അങ്ങനെ പൊതിയുമ്പോഴത്തേക്കും ആ വാഴയുടെ മണവും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ബിരിയാണിക്ക് ഒരു നല്ലൊരു ടേസ്റ്റും ഒരു മണവും കൂടിയാട്ടോ. ചിക്കൻ വെച്ചിട്ടാണ് കലം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് ബിരിയാണി റൈസ് ഈ കപ്പിൽ നികത്തിയാണ് എടുക്കേണ്ടത്. ഇതുപോലെയാണ് അരി എടുക്കേണ്ടത്. ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് വെക്കുക. അപ്പോൾ അതിലെ വെള്ളം ഫുൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിത് കുതിർത്തൊന്നും വെക്കാറില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കുവാണ്. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക. ഏലക്ക ഇടുമ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം ഉണ്ടല്ലോ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ ഈ ഒരു ഭാഗം കേട്ടോ. പിന്നെ ഒരു ബേ ലീഫ്, അത് ഞാൻ 2 കീറിയാണ്. ഇനി ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഈ യൂസ് ചെയ്തേക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ബേ ലീഫാണ്. ഇതൊന്ന് മൂക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഈ നെയ്യിലേക്ക് നന്നായിട്ട് ഇറങ്ങും കേട്ടോ. അതിന് ശേഷം ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അരി മൂത്തിട്ടുണ്ട്. ആ മൂക്കുമ്പോഴാണ് ആ ഒരു പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിയല്ലേ എടുത്തേക്കുന്നത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അരി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അതെല്ലാം എന്നുണ്ടെങ്കിൽ വേവ് കറക്റ്റ് ആകില്ല. ഇത് വറ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് അരമുറി നാരങ്ങയാണ്. ചോറിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കുക. എത്രയും ചെറുതാക്കാവോ അത്രയും നല്ലത്. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റിച്ച് തന്നെ വേവിക്കുക. ഇതെന്തായി നോക്കാം. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ ചോറ് ഒരു 3/4 വേവും ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കണതാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം. ഇത് നല്ല മൂക്കയൊന്ന് വറുത്തെടുക്കണം. ഇത് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറായി ഇതുപോലെ. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അത് ഇത്ര തന്നെ ചേർക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ കശുവണ്ടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരിയും മൂത്തിട്ടുണ്ട്. അതാ ഇതുപോലെ നല്ല ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്. ഇതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂക്കണം. അത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 12 വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചതച്ചത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന പച്ചമുളകിന് ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പച്ചമുളക് ചേർത്തേക്കുന്നത്. എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളക് വരെ ചേർക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർക്കാം. ഇത് അരിഞ്ഞു വന്നപ്പോൾ 1.25 കപ്പുണ്ട്. ഇത് നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറമായി. ഇതിലേക്ക് ഒരു വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത്,
ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ 1/4 കപ്പുണ്ട്. തക്കാളി നന്നായിട്ട് വഴന്നു വരണം. അതിനായിട്ട് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞത്, തൈര് 3 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് 4 പീസാണ്. അത് ലെഗ് പീസാണ്. ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് മസാല പരട്ടി കൊടുക്കും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു കലമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നത് നോക്കാം. ആദ്യമേ ഈ കലത്തിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. അടിയിൽ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടേച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ മസാലയും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ബാക്കി ചോറ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേന്ന്. ഒന്ന് എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, പിന്നെ കശുവണ്ടി, മുന്തിരി, അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. വീണ്ടും മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഡ്രോപ്പ് റോസ് വാട്ടറിൻ്റെ എസെൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഇത് എസെൻസ് ആയതുകൊണ്ടാണ് 1 ഡ്രോപ്പ് ചേർത്തത്. റോസ് വാട്ടറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് കെട്ടി വെക്കണം. അതിനായിട്ട് ഞാൻ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. അത് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കെട്ടിയാലും മതി കേട്ടോ. പക്ഷേ ടേസ്റ്റ് വാഴയില വെച്ച് പൊതിയുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ വാഴനാര് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടണം. വാഴയില ഒന്ന് വാട്ടണം കേട്ടോ. വാട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെ കലം ഇല്ലയെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ കെട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ചട്ടി ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും കാണുമല്ലോ. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് സ്റ്റൗവിലേക്ക് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണർ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിലാണ് വെക്കേണ്ടത്. പക്ഷേ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അടിയിൽ തവയൊക്കെ വെച്ചിട്ടല്ലേ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ അടിവശം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തവയുടെ മുകളിൽ വെച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ഫ്ലെയിം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അത് ഓണാക്കിയിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റണേന്. അതിനുശേഷം ഈ കലം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ചൂടാക്കണം കേട്ടോ. ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ടാണ് 5 മിനിറ്റ് ഞാൻ പറഞ്ഞത്. തീ ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. ആ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയുടെ ഫ്ലേവറും ഈ ഇലയുടെ മണവും എല്ലാം ഇതിലേക്ക് ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ചൂടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്താൽ മതിയാവും കേട്ടോ. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തണുത്തൊന്നും പോകത്തൊന്നുമില്ല. അത്രയും സമയം അതിൻ്റെ അകത്ത് വെച്ചേക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ 5 മിനിറ്റ് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ദമ്മിട്ട് വെക്കും.
അപ്പോൾ ഇതുപോലെ കലം ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കലയില്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലുണ്ടാക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.